സാധാരണ മെഷീനാണെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പൊതുവേ നമ്മൾ സിക്സാക്ക് സ്റ്റിച്ച് അവൈലബിൾ ആയിട്ടുള്ള ടേബിൾ ടോപ്പ് പോലുള്ള മെഷീനിലാണ് ഇത് അടിച്ചെടുക്കാറ്. എന്നാൽ നമ്മളിവിടെ സാധാരണ മെഷീനിൽ സ്ട്രെയിറ്റ് സ്റ്റിച്ച് വരുന്ന മെഷീനിൽ തയ്ച്ചെടുക്കാൻ പോവാണേ. വീഡിയോ കാണുന്നത് ഒരു റെഡിമെയ്ഡാണ് കേട്ടോ. വീഡിയോ പർപ്പസിന് വേണ്ടി മാത്രം ഞാൻ പൊക്കിക്കൊണ്ട് വന്നതാണേ. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്നുള്ളത് കാണാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് 3 കാര്യങ്ങൾ നമുക്ക് വേണം. ഒന്ന് ബട്ടൺസ്, പിന്നെ ഇതേപോലൊരു സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് ആവശ്യമായിട്ടുള്ള നീളത്തിനുള്ള 1 ഇഞ്ച് വീതിയോളം വലിപ്പം വരുന്ന ഒരു പീസ് ഓഫ് ക്ലോത്ത്. ഇതിനെ ഞാനിവിടെ ബയാസ് ബൈൻഡിങ് ടേപ്പ് യൂസ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡും 4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് പ്രസ് ചെയ്യുക. അതിന് ശേഷം ടോട്ടലി ഒന്നും കൂടെ മടക്കി വെച്ച് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ബൈൻഡിങ് ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യാൻ എളുപ്പമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഈ പറഞ്ഞ അളവിൽ നമ്മൾ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇതിൽ അളവുകളിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ വ്യത്യാസം വരുന്നതിനകത്തൊന്നും പ്രശ്നമില്ല കേട്ടോ. ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണേ. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ആദ്യം ചെയ്തുകൊണ്ട് 2 സൈഡും ഉള്ളിലേക്ക് വെച്ച് അയൺ ചെയ്തെടുക്കുക. അതിന് ശേഷം വീണ്ടും കൂടെ ഒന്നുകൂടെ മടക്കി അതും അയൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ കൃത്യം സെൻറ്ററിൽ ഒരു ക്രീസ് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റേ ആ മെയിൻ ഫാബ്രിക് ആയിരിക്കും, ഡ്രസ്സിൽ വരുന്ന മെയിൻ ഫാബ്രിക്. അതും ഇതുപോലെ തന്നെ ഏറ്റവും ആദ്യം നമ്മൾ കാണിച്ചു തരാം. ആദ്യം ഒരു 4 ഇഞ്ച് ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി പ്രസ് ചെയ്തെടുക്കുക. അതിന് ശേഷം അത് മടക്കി ഒന്നും കൂടെ ഒരു 1/2 ഇഞ്ചോളം വരുന്ന പോലെ അതും ഉള്ളിലേക്ക് മടക്കി അതും ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെയും സെൻറ്റർ പോർഷൻ കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ ജസ്റ്റ് റഫായിട്ട് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കൃത്യമായി ഡ്രസ്സിൽ എങ്ങനെ വേണം ഇത് വരാനായിട്ട് എന്നറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഒറ്റയ്ക്ക് ഞാൻ അതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളും പറഞ്ഞു തരാത്തത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്കത് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. ഇതിപ്പോൾ ഒന്ന് ഐഡിയ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് അത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ചെറിയ പീസ് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലത്തെല്ലാം, അതായത് ബട്ടൺസ് എവിടെയൊക്കെയാണോ വേണ്ടത് അവിടെയെല്ലാം കൃത്യമായ അളവ് കൊടുത്തിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞാനിവിടെ റഫായിട്ട് മാർക്ക് ചെയ്തെടുക്കുകയാണ്. നമ്മൾ മാർക്ക് ചെയ്യുമ്പോഴത്തേനും കൃത്യമായ ഗ്യാപ്പ് ഇട്ട് എവിടെയാണോ വേണ്ടതെന്ന് ഫിക്സ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ആവശ്യമായ സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബട്ടൺസ് എടുക്കുക. അത് ആ സെൻറ്റർ ടു സെൻറ്റർ, ബട്ടൺസിൻ്റെ സെൻറ്ററും നമ്മളിപ്പോൾ മാർക്ക് ചെയ്തില്ലേ ആ പോർഷനും തമ്മിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് ബട്ടൺസിൻ്റെ അപ്പുറവും ഇപ്പുറവും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യം ബട്ടൺസിൻ്റെ അടുത്ത് കൊണ്ട് മാർക്ക് ചെയ്ത് ഒരു പൊടിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കി വെച്ച് മാർക്ക് ചെയ്യണം. കാരണം എങ്കിൽ മാത്രമേ ബട്ടൺസ് കയറിപ്പോവുള്ളൂ, അല്ലെങ്കിൽ കറക്റ്റ് ടൈറ്റായിട്ട് നിൽക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു പൊടിക്ക് ലൂസ് ഇട്ടിട്ട് ഒരല്പം ലൂസ് മാറ്റിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ എവിടെയെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം കൃത്യമായ അളവിൽ ബട്ടൺസ് വെച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എവിടെയെല്ലാം നമ്മൾ ബട്ടൺസ് വെക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മെയിൻ ക്ലോത്തിൻ്റെ ഫോൾഡ് വരുന്നിടം, അതായത് ആ മടക്ക് വരുന്നിടം ചീത്ത വശവും പുറമേക്കൊന്നും കാണുന്നില്ലാത്ത ഭാഗമുണ്ടല്ലോ അതാണ് നല്ല വശവും. എന്നിട്ട് നമ്മൾ ഈ ചെറിയ സ്ട്രിപ്പിനെയും മെയിൻ ക്ലോത്തിനെയും നമ്മൾ അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന അതുണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഈ ക്രീസ് ഉണ്ടല്ലോ മെയിൻ മടക്ക് വരുന്നിടം അതും ഈ 1 ഇഞ്ചിൻ്റെ കറക്റ്റ് സെൻറ്ററും അത് രണ്ടും ഒരുമിച്ച് വെച്ച് കൊടുക്കുക. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കണം. അതായത് നമ്മൾ ഏറ്റവും തുമ്പ് മെയിൻ ക്ലോത്തിൻ്റെ ഏറ്റവും മടക്ക് വരുന്നിടവും പിന്നെ 1 ഇഞ്ച് വണ്ണത്തിൽ നമ്മൾ എടുത്തിരിക്കുന്ന ആ സ്ട്രിപ്പിൻ്റെ കൃത്യം നടുവശം അതും ഒരുപോലെ വരുന്ന പോലെ നമ്മൾ വെച്ച് കൊടുക്കുക. നമ്മളിങ്ങനെ പ്രസ് ചെയ്തെടുത്തിരിക്കുന്ന കാരണം നമുക്ക് ആ ഫോൾഡ് കൃത്യമായിട്ട് കിട്ടും. അതല്ലാതെ നമ്മൾ അയൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ആ മെയിൻ ക്ലോത്ത് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വശം മുകളിലും ചീത്ത വശം താഴെയും വരുന്ന പോലെയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ക്രീസ് വരുന്നതും ഈ സെൻറ്റർ പോർഷനും തമ്മിൽ ഒരുപോലെ വെച്ച ശേഷം
സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലോക്ക് ചെയ്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. സെൻറ്റർ ടു സെൻറ്റർ മാറിപ്പോവാതെ കൃത്യമായിട്ട് നമ്മളത് ശ്രദ്ധിക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ബട്ടൺസ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ വരേക്കും തയ്ച്ച് കൊണ്ടുവന്ന് നിർത്തി ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തതിന് ശേഷം എന്താ പറയുക, സൂചീനെ പൊക്കിയെടുത്തിട്ട് പ്രഷർ ഫൂട്ട് പൊക്കി പതുക്കെ ഇത് മുന്നോട്ടേക്ക് മാറ്റി എവിടെയാണോ ബട്ടൺസ് അവസാനിക്കുന്നത് അവിടേക്ക് സൂചി കുത്തി നിർത്തുക. എന്നിട്ട് പ്രഷർ ഫൂട്ട് താക്കുക. ശേഷം വീണ്ടും ലോക്ക് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതേപോലെ തന്നെ വീണ്ടും അടുത്ത ബട്ടൺസ് വരേക്കും തയ്ച്ച് നിർത്തുക. ലോക്ക് ചെയ്യുക. പിന്നെ ഇതുപോലെ സൂചി പൊക്കുക, പ്രഷർ ഫൂട്ട് പൊക്കുക. അതിന് ശേഷം വീണ്ടും ആ ചെറിയ സ്പേസ് ഉണ്ടല്ലോ, ബട്ടൺസ് കയറിപ്പോകാൻ വേണ്ടിയിട്ടുള്ള ആ സ്പേസ് നിലനിർത്തിക്കൊണ്ട് സ്റ്റിച്ച് ബാക്കിയുള്ളിടത്തെല്ലാം സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യാം, അതിൻ്റെ ആ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അവസാനം വരേക്കും ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇങ്ങനെയാവും കാണാനുണ്ടാവുക. ഇതാ 1 ഇഞ്ച് വശം വരുന്നതോ, ഇത് മറ്റേ മെയിൻ ക്ലോത്തിൻ്റെ ഉൾവശമായിരിക്കും. ഇനി നമ്മൾ ഓൾറെഡി ഫോൾഡ് ചെയ്ത് വെച്ച് അയൺ ചെയ്തിട്ടുണ്ടല്ലോ, അത് ഉള്ളിലേക്കാക്കി വെച്ച് കൊടുത്ത് 2 വശവും തയ്ച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്കത് കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ വേറെ നൂലിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഒരേപോലത്തെ നൂല് ഇടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ തയ്ക്കുന്ന വീഡിയോ ഇതിനകത്ത് കിട്ടിയില്ല. എന്തായാലും 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ബട്ടൺ ഹോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയപ്പോൾ സാധാ മെഷീനാണ് കയ്യിലിരിക്കുന്നതെന്ന് ഓർത്ത് ബട്ടൺസ് സ്റ്റിച്ച് ചെയ്യേണ്ടി വരുന്ന ഓർഡേഴ്സ് ഒന്നും കളയണ്ട കേട്ടോ. അപ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡ്രസ്സ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് കാണാൻ ആഗ്രഹമുള്ളവർ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. ചെറിയൊരു വീഡിയോ അല്ലേ, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലുള്ള കണ്ടൻറ്റ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. ടാറ്റാ.